മലപ്പുറം താനൂർ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗജന്യ യൂണിഫോം പദ്ധതിയുടെ തുക സമയബന്ധിതമായി വിനിയോഗിക്കാത്തതിനാൽ ഫണ്ട് നഷ്ടമായെന്ന് പരാതി. SSK ഫണ്ട് വരുന്ന സ്കൂളിന്റെ അക്കൗണ്ട് വർഷങ്ങളായി പ്രവർത്തനരഹിതമായതുകൊണ്ടാണ് ഫണ്ട് പിൻവലിക്കാൻ കഴിയാതെ വന്നത്. പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവരുടെ അനാസ്ഥയാണ് ഈ ഫണ്ട് നഷ്ടപ്പെടാൻ കാരണമായത് എന്നാണ് PTA ആരോപണം. 2025-26 അധ്യയന വർഷത്തിൽ 5 മുതൽ 8 വരെയുള്ള BPL SC ആൺകുട്ടികൾ, മുഴുവൻ പെൺകുട്ടികൾ എന്നിവർക്ക് അനുവദിച്ച യൂണിഫോം ഫണ്ടാണ് പൂർണ്ണമായും ലാപ്സായത്. SSK ഫണ്ട് വരുന്ന സ്കൂളിന്റെ അക്കൗണ്ട് വർഷങ്ങളായി ഇനാക്റ്റീവ് ആയതുകൊണ്ട് തുക പിൻവലിക്കാൻ കഴിഞ്ഞില്ല. സ്കൂളിന് അനുവദിച്ച 8,66,400 രൂപ കൃത്യസമയത്ത് പിൻവലിക്കാത്തതുകൊണ്ട് തിരിച്ച് സർക്കാർ അക്കൗണ്ടിലേക്ക് തന്നെ മാറ്റപ്പെട്ടു. ദേവദാർ സ്കൂളിൽ 2025 SSK ഫണ്ട് സർവശിക്ഷ കേരള എന്ന ഫണ്ട് 8,66,400 രൂപ നഷ്ടപ്പെടുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് അന്നു മുതൽ ഏതാണ്ട് ഇപ്പോൾ ഞങ്ങളറിയുന്നത് ഏപ്രിൽ മാസമാണ്. ഏപ്രിൽ മാസം അറിഞ്ഞ അന്ന് മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അധികാരികളായ എല്ലായിടത്തും നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. അന്നത്തെ മിനിസ്റ്ററായിരുന്ന ശിവൻകുട്ടിയുടെ അപേക്ഷ കൊടുത്തു, അത് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. SSK RRD കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും നിരന്തര അപേക്ഷ കൊടുത്തിട്ടുണ്ട്. KYC യഥാസമയം അപ്ഡേറ്റ് ചെയ്യാത്തതാണ് കാരണമെന്നാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള അധ്യാപകരുടെ നിഷ്ക്രിയത്വമാണ് ഫണ്ട് ലാപ്സാവാൻ കാരണമെന്നാണ് PTA ആരോപിക്കുന്നത്. KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് സ്കൂൾ അധികാരിയായ പ്രിൻസിപ്പളായിരുന്നു. പ്രിൻസിപ്പൾ ഈ കാര്യങ്ങൾ യഥാസമയം ചെയ്യുകയോ ഈ വീഴ്ച വന്നു എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ ഒരു തരത്തിലുള്ളൊരു എഴുത്തുകുത്തുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഇത് നടത്തിയില്ല. ഒന്നാമത്തേക്ക് തോന്നുന്നു അവർ ആദ്യമായിട്ട് പ്രിൻസിപ്പളായിട്ട് വന്നുകൊണ്ടുള്ള ഈ അറിവില്ലായ്മ എന്ന് തോന്നുന്നു. പക്ഷേ നമ്മളെ പോലത്തെ ആൾക്കാർ ഇതൊക്കെ അവരുടെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും ഞങ്ങളൊന്നും അതിന് അവർ മുകളിൽ എടുക്കില്ല. പണം ലഭ്യമാക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ മന്ത്രിയടക്കം സമീപിച്ചിട്ടുണ്ടെന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നടക്കമുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലാണ് ഉദ്യോഗസ്ഥ പിഴവ് മൂലം ഫണ്ട് നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായത്. മീഡിയ 1 തിരൂർ.